നമ്മുടെ വണ്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞ ഹെഡ് വർക്ക് തുടങ്ങാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് അഴിച്ചിട്ടുണ്ട്. ഗ്യാസ്കറ്റൊക്കെ പീസാക്കി എല്ലാം എടുത്തു. കംപ്ലീറ്റ് മാനിഫോൾഡും എല്ലാം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഹെഡ് ലേത്തിൽ കൊണ്ട് കൊടുക്കണം. ഹെഡ് വർക്ക് എടുക്കുന്നത് കൊണ്ട് കൊടുക്കണം. ഇപ്പം എൻജിൻ്റെ എൻജിൻ ബേ കാണിക്കാം. ഇതാണ് കോണ്ടസ ക്ലാസിക്കിൻ്റെ എൻജിൻ ബേ. ഇതിപ്പോൾ ഒരു നോക്കിംഗ് സൗണ്ട് കണ്ടമാനം കൂടി വന്നപ്പോഴാണ് ഇതിപ്പം നമ്മൾ അഴിച്ചത്. ഇപ്പം കൊണ്ട് കൊടുത്ത ഹെഡിൻ്റെ പണിയാണ് എന്നുള്ളത് നമ്മൾ ഏകദേശം ഒന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഹെഡ് കൊണ്ട് കൊടുത്താൽ അറിയാം അതിൻ്റെ അകത്ത് വാൽവ് ബെൻഡുണ്ടോ എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് ഉടനെ അറിയാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ഉടനെ തന്നെ കൊണ്ട് കൊടുക്കുവാണ്. പിന്നെ പലർക്കും ഒരു വിളിച്ചു വയ്ക്കുന്ന കാര്യമാണ് ഇതിൻ്റെ എൻജിൻ നമ്പർ കിടക്കുന്നൊരു ഭാഗം ഏതാണ്, അതാണ് ഈ കാണിക്കുന്നത്. ഈ ഒരു സൈഡിലാണ് എൻജിൻ നമ്പർ കാണിക്കുന്ന വണ്ടിയുടെ. അപ്പോൾ ഏതായാലും ഉടനെ തന്നെ ഹെഡ് പണിത് തിരിച്ച് വണ്ടിയിൽ കയറ്റണം. അപ്പോൾ നമ്മുടെ മെക്കാനിക്ക് ഇപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ എവിടെയെങ്കിലും ഇളക്കം വല്ലതും ഉണ്ടോ, പിസ്റ്റൺ ഇളക്കമുണ്ടോ, എന്തെങ്കിലും ലൂസ് ഉണ്ടോ എന്നുള്ളത് നോക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കൺഫേം ആക്കാം അടിയിലോട്ട് കുഴപ്പമില്ല എന്നുള്ളതൊന്ന് കൺഫേം ആക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അത് ചെക്ക് ചെയ്യാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് അനക്കുമ്പം ഒരു ചെറിയൊരു സൗണ്ട് നമുക്ക് കേൾക്കാം. ഒരു ഗ്യാപ്പ് നമുക്കറിയാൻ പറ്റും. കൈ കൊണ്ടിങ്ങനെ അനക്കുമ്പോൾ അറിയാൻ പറ്റും. അതേതായാലും ദൈവം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഹെഡ് പണിയാനായിട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇവിടെയാണ് നമ്മൾ ഹെഡ് പണിയുന്നത്. ചെന്നൈ ഹെഡ് വർക്ക് നമ്മുടെ നാമ്പടം പാലത്തിൻ്റെ ഇവിടെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഹെഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് പണിത് കിട്ടിക്കഴിയുമ്പോൾ ബാക്കി വീഡിയോ ഇടുന്നതായിരിക്കും.